ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾക്ക് ഇന്ന് പൂട്ടുവീഴും. സുപ്രീം കോടതി വിധി നടപ്പിലാവുന്നതോടെ സംസ്ഥാനത്ത് പൂട്ടുവീഴുന്നത് 1956 മദ്യശാലകൾക്കാണ്. കർശന നടപടിയുമായി അധികാര കേന്ദ്രങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാണ് വഴിമുട്ടുന്നത്. പുനരധിവാസത്തെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമുണ്ടാവാത്തതും തൊഴിലാളികളെ ആശങ്കയിലാക്കുന്നുണ്ട്. പാതയോരത്ത് 500 മീറ്റർ പരിധിയിൽ വരുന്ന മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീംകോടതി വിധി പ്രാബല്യത്തിൽ വരുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് ആയിരങ്ങൾക്കാണ്. ജീവിതം വഴിമുട്ടിയതോടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഈ കോടതി വിധി ഇങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊരു തൊഴിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ തൊഴിലാണ് 10-13 വർഷമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ബാറുകൾ അടച്ചുപൂട്ടണമെന്ന കോടതി വിധി വന്ന ദിവസം തന്നെയാണ് വൻതുക ഫീസ് വാങ്ങി പലർക്കും ലൈസൻസ് പുതുക്കി നൽകിയത്. ഇത് കടുത്ത അനീതിയാണെന്ന് ജീവനക്കാർ പറയുന്നു. ലൈസൻസ് പുതുക്കി തന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് മാനസികമായിട്ടും മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ ആയിപ്പോയി. പതിറ്റാണ്ടുകളായി ചെയ്തു വന്നിരുന്ന തൊഴിൽ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുമ്പോൾ തൊഴിലാളികൾ ചോദിക്കുന്നത് ഇങ്ങനെ: നിരവധി ആൾക്കാർക്ക് ഇതല്ലാതെ വേറൊരു ജോലി അറിയാത്ത കുറേ പേരുണ്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ 10-30 വർഷം ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ഇതല്ലാതെ വേറൊരു തൊഴിലും അവർക്ക് അറിയാത്ത രീതി ആയിപ്പോയി. പെട്ടെന്ന് അവർക്ക് ഇതല്ലാതെ വേറൊരു തൊഴിലും പെട്ടെന്ന് സ്വീകരിക്കാത്ത രീതിയായിപ്പോയി. മദ്യശാലകൾ അടച്ചുപൂട്ടുമ്പോൾ കേരളത്തിന് പ്രതിവർഷം നഷ്ടമാവുന്നത് 2200 കോടി രൂപയാണ്. ഇത് സംസ്ഥാന ഖജനാവിന് വൻ ബാധ്യതയാണ് സൃഷ്ടിക്കുക. അതേസമയം പാതയോരത്തെ മദ്യശാലകൾ നിരവധി അപകടങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന കോടതി നിരീക്ഷണമാണ് ബാറുകൾക്ക് പൂട്ടുവീഴുവാൻ ഇടയാക്കിയത്. ന്യൂസ് 18 കോട്ടയം.